നെക്സ്റ്റ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോഴുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഈ പറഞ്ഞ പോലെ എ ടു ബിയിൽ ഡിഫൈൻ ചെയ്യുന്നു. അതായത് 1 to 2 അല്ലെങ്കിൽ 3 to 4 അല്ലെങ്കിൽ -1 to 5 അങ്ങനെ പറഞ്ഞ് എ ടു ബിയിൽ ഡിഫൈൻ ചെയ്തതായിരുന്നു എന്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ ഡിഫൈൻ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ PDF എന്ന് പറയുന്നത് f(x) = lambda into e raised to minus lambda x where x greater than 0 and 0 if x less than or equal to 0. അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്താണ് PDF? ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് അതർവൈസ് 0. അപ്പം അതിനെ വെച്ചിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ പോവാണ്. മീൻ ആൻഡ് വേരിയൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. സോ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഇൻറ്റു f(x) dx ആണ് ഡെഫിനിഷൻ. പക്ഷേ ഇവിടെ 0 to ∞ വരുള്ളൂ. ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഇൻറ്റു f(x) dx, ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് dx. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന് ടേക്ക് ലാംഡ എക്സ്, ഈയുടെ മേളിലുള്ള ലാംഡ എക്സിനെ ലാംഡ എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. ടേക്ക് ലാംഡ എക്സ് ഈക്വൽ ടു വൈ സോ ദാറ്റ് എക്സ് ഈക്വൽ ടു 1/λy എന്ന് വരും. ഡി എക്സ് എന്ന് പറയുന്ന 1/λdy എന്ന് വരും. അപ്പം ലാംഡ എക്സ് ഈക്വൽ ടു വൈ ആയത് കാരണം അവിടെ വൈയുടെ റേഞ്ചും 0 തൊട്ട് ഇൻഫിനിറ്റി തന്നെയാണ്, മാറ്റമൊന്നും വരുന്നില്ല. സോ ഇൻ്റഗ്രൽ 0 to ∞ എക്സിന് പകരം എന്ത് കൊടുക്കും? 1/λy ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിന് പകരം എന്ത് കൊടുക്കും? വൈ എന്ന് കൊടുക്കും. ഇ റേസ് ടു മൈനസ് വൈ ഡി എക്സിന് പകരം 1/λdy. അതിൽ ഒരു 1/λയും ലാംഡയും കൂടെ ക്യാൻസലായി പോകും. പോയിട്ട് 1/λ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ y ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ dy എന്ന് കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ നമുക്കൊരു ഗാമ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ദറ്റ് ഈസ് ഗാമ ഓഫ് n ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ y റേസ് ടു n-1 ഇ റേസ് ടു മൈനസ് വൈ dy. y അല്ല, എക്സ് ആണേലും കുഴപ്പമൊന്നുമില്ല. എക്സ് റേസ് ടു n-1 ഇ റേസ് ടു മൈനസ് എക്സ് dx ആണേലും ആ ഇതിനെ വിളിക്കുന്ന പേര്, ആ ഇൻ്റഗ്രലിനെ വിളിക്കുന്ന പേരെന്താണ്? ഗാമ n. അതായത് y റേസ് ടു n-1, വൈയുടെ പവർ 1 കുറവാണ്, n-1, y റേസ് ടു n-1 ഇ റേസ് ടു മൈനസ് വൈ dy. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? ഇൻ്റഗ്രൽ 0 to ∞ y ഇ റേസ് ടു മൈനസ് വൈ dy എന്നാണ്. വൈയുടെ പവർ 1 ആണ്. അപ്പോൾ ഗാമ ഓഫ് എന്ത് വരും? 2 ആകും. വൈയുടെ പവർ n-1 ആണെങ്കിൽ ഗാമ ഓഫ് n ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ പവർ 1 ആയത് കാരണം ഇതെന്താണ്? ഗാമ ഓഫ് 2 ആണ്. ഗാമ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗാമ ഓഫ് n. ഗാമ ഓഫ് n എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ എന്നും നമുക്ക് പറയാൻ പറ്റും. n ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഇതിപ്പം നിങ്ങൾ പഠിക്കുകയില്ല, ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഗാമ ഓഫ് n എന്താണെന്നുള്ളത് ഒന്ന് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം. അപ്പോൾ ഗാമ ഓഫ് n എന്താണ്? ഇൻ്റഗ്രൽ 0 to ∞ y റേസ് ടു n-y ഇ റേസ് ടു വൈ dy ഗാമ ഓഫ് n എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഗാമ ഓഫ് 2 ആണ്. n ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഗാമ ഓഫ് n എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ ആണ്. സോ ഗാമ ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 2 - 1, 2ൽ നിന്ന് 1 പോയാൽ 1 ഫാക്ടോറിയൽ 1 ആണ്. അത് കാരണം ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ത് കിട്ടും? 1/λ എന്ന് കിട്ടും. ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? 1/λ. ഇനി വേരിയൻസ് കണ്ടുപിടിക്കാൻ e(x²) കണ്ടുപിടിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to ∞ x² ഇൻറ്റു ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് dx. അപ്പോൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ ലാംഡ എക്സിന് y എന്ന് കൊടുത്തു. സോ x² എന്തായാലും 1/λy ദ ഹോൾ സ്ക്വയർ ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ 1/λdy. അപ്പോൾ 1/λ² ആണ് ഔട്ട്സൈഡ് വരുന്നത്. ഇൻ്റഗ്രൽ 0 to ∞ y² ഇ റേസ് ടു മൈനസ് വൈ എന്ന് വരുന്നു. y² ആണ് വരുന്നതെങ്കിൽ ഗാമ ഓഫ് 3 ആണ്. ഗാമ ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 2 ഫാക്ടോറിയൽ ആണ്. സോ 2 ഫാക്ടോറിയൽ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ λ² e(x²) കിട്ടും. e(x² കിട്ടുമ്പോഴേ അത് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് നിർത്തിയേക്കരുത്. വേരിയൻസ് കിട്ടാൻ e(x² - e(x) ദ ഹോൾ സ്ക്വയർ ചെയ്യണം. ദറ്റ് ഈസ് 2/λ² -
1/λ², ദറ്റ് ഈസ് 1/λ². അപ്പോൾ എന്താണ്, മീൻ 1/λയും വേരിയൻസ് എന്താണ് 1/λ² ആണ്. ഇനി നോക്കിക്കേ, പ്രോബ്ലം എന്താണ്? ദ ടൈം ഇൻ അവേഴ്സ് റിക്വയർഡ് ടു റിപ്പയർ എ മെഷീൻ ഈസ് എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഏത് ഡിസ്ട്രിബ്യൂഷനാണെന്ന് കൃത്യമായിട്ട് തന്നിരിക്കും. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണോ എക്സ്പൊണൻഷ്യൽ ആണോ എന്ന്. ഒരു മെഷീൻ റിപ്പയർ ചെയ്യാനുള്ള ടൈം എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ് വിത്ത് പാരാമീറ്റർ ലാംഡ ഈക്വൽ ടു 1/20 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ റിക്വയർഡ് ടൈം എക്സീഡ് 30 hours ഇൻ ബിറ്റ്വീൻ 60 hours ആൻഡ് 24 hours അറ്റ് മോസ്റ്റ് 10 hours? അപ്പോൾ ഇവിടെ ടൈം റിക്വയർഡ്, അതായത് ഒരു മെഷീൻ റിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. സോ എക്സിൻ്റെ PDF എന്തായിരിക്കും? f(x) ഈക്വൽ ടു ലാംഡ ഇൻറ്റു e⁻−λx എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്. സോ 1/20 ഇൻറ്റു e⁻1/20x വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സീഡ്സ് 13 hours. എക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 30 hours. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു എക്സീഡ്, അറ്റ്മോസ്റ്റ്, അറ്റ്ലീസ്റ്റും ഒക്കെ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുമ്പം 30 തൊട്ട് ഇൻഫിനിറ്റി വരെ, കാരണം ഇവിടെ ഇൻഫിനിറ്റി വരെ പോകും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് പറഞ്ഞിരിക്കുന്നത്. PDF-നകത്ത് ഡെഫിനേഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്നാണ്. അപ്പം 30 to ഇൻഫിനിറ്റി f(x) dx. f(x) എന്ന് പറഞ്ഞാൽ 1/20 e⁻1/20x ആണ്. e⁻1/20xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e⁻1/20x ഡിവൈഡഡ് ബൈ -1/20. അപ്പോൾ 1/20 1/20 ക്യാൻസലായി പോയിക്കോളും, ഒരു മൈനസ് കിടക്കും. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0, e⁻∞ 0 അപ്പോൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും 0 ആയിരിക്കും. മൈനസ്, ഓൾറെഡി ഒരു മൈനസ് കിടക്കുന്നതാണ്, മൈനസും പ്ലസ് ആകും. e⁻30/20. 30/20-ലെ 30യുടെ 0യും 20യുടെ 0യും ക്യാൻസൽ ചെയ്യുമ്പം e⁻3/2, ദറ്റ് ഈസ് 0.2231. ദെൻ 16ഉം 24നും ഇടയ്ക്കെന്ന് പറയുമ്പം ഇൻ്റഗ്രൽ 16 to 24. ഇൻ്റഗ്രൽ 16 to 24ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എന്തായിരുന്നു? അറ്റ്മോസ്റ്റ് 10 hours എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഞാൻ പറഞ്ഞു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടാലും ലെസ് ദാൻ ഇട്ടാലും ആൻസർ ഒന്ന് തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാലും 0 to 10 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാലും 0 to 10 ആണ്. കണ്ടിന്യൂസിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടിന്യൂസിൻ്റെ കേസിൽ ഈക്വൽ വന്നാലും ഇല്ലേലും ഒരേ എഫക്റ്റ് തന്നെയാണ് വരുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 10 f(x) dx. അതുപോലെ തന്നെ അതിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. ഇനി ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ വാച്ച് വിൽ റൺ വിത്തൗട്ട് ഹാവിങ് ടു ബി റീസെറ്റ് ഇൻ എ റാൻഡം വേരിയബിൾ ഹാവിങ് ആൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 120 days. ഇവിടെ ലാംഡ എന്നല്ല പറഞ്ഞു തന്നേക്കുന്നത്, മീൻ എന്നാണ്. മീൻ എന്താണ്? 1/λ. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് മീൻ 1/λ എന്ന് പറയുന്നതാണ് 120 days തന്നേക്കുന്നത്. സോ ലാംഡ ഈക്വൽ ടു എന്ത് എഴുതണം? ലാംഡ നേരെ തിരിച്ചു വരും, 1/120. ലാംഡ ഈക്വൽ ടു 1/120 വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസാണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. എന്താണ്? മീൻ ആയിരിക്കും തരുന്നത്. മീൻ ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലാണ്, 1/120 എന്ന് എഴുതണം. അത് വെച്ചിട്ട് പ്രോബ്ലം വെറുതെ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ മതി, ആൻസർ കിട്ടാൻ.